വിൻസ്റ്റൺ ചർച്ചിൽ, നിക്കോള ടെസ്ല തുടങ്ങിയ മഹാന്മാരുടെ ജീവിതത്തിലെ അമ്പരപ്പിക്കുന്ന ചില ദൗർബല്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ദ്രുത വിവരണമാണിത്. ചരിത്രം ഇവരെ അജയരായ പ്രതിഭകളായി വാഴ്ത്തുമ്പോഴും ആ വലിയ നേട്ടങ്ങൾക്ക് പിന്നിൽ അവർ മറച്ചുവെച്ച ചില വിചിത്രമായ ഭയങ്ങളും മാനസിക സംഘർഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ഒന്നാമതായി, രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെ നയിച്ച വിൻസ്റ്റൺ ചർച്ചിലിന്റെ കാര്യമെടുക്കാം. അദ്ദേഹം കറുത്ത നായ എന്ന് വിളിച്ചിരുന്ന കടുത്ത വിഷാദരോഗത്തോട് നിരന്തരം പോരാടുകയായിരുന്നു എന്നു നിങ്ങൾക്കറിയാമോ? അമിത മദ്യപാനവും കിടക്കയിലിരുന്നുകൊണ്ടുള്ള മീറ്റിംഗുകളും വെറും ശീലങ്ങളായിരുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ ചില അതിജീവന തന്ത്രങ്ങളായിരുന്നു. ശരിക്കും കൊടുങ്കാറ്റിനെ നേരിടാൻ മാത്രം പണിത ഒരു യുദ്ധക്കപ്പൽ ശാന്തമായ കടലിൽ എത്തിയപ്പോൾ തീർത്തും ഉപയോഗശൂന്യമായി മാറിയതുപോലെയായിരുന്നില്ലേ യുദ്ധം ജയിച്ചിട്ടും 1945-ൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചർച്ചിലിന്റെ അന്നത്തെ അവസ്ഥ? രണ്ടാമതായി, പ്രശസ്ത ശാസ്ത്രജ്ഞനായ നിക്കോള ടെസ്ലയുടെ ജീവിതം നോക്കാം. കൗമാരത്തിൽ കോളറ വന്ന് മരണവക്കോളമെത്തിയ അനുഭവമാണ് അദ്ദേഹത്തെ അണുക്കളെ കഠിനമായി ഭയക്കുന്ന ഒരാളാക്കി മാറ്റിയത്. അതുപോലെ കുട്ടിക്കാലത്തെ ദുസ്വപ്നങ്ങളെ മറികടക്കാനാണ് അദ്ദേഹം തന്റെ വിഷ്വലൈസേഷൻ കഴിവിനെ ഒരു വലിയ പ്രതിരോധമായി വളർത്തിയെടുത്തത്. സ്വന്തം മനസ്സിനെയും ഭയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഈ കടുത്ത പോരാട്ടത്തിൽ നിന്നല്ലേ അദ്ദേഹത്തിലെ ആ അസാധാരണ ബുദ്ധിശക്തി രൂപപ്പെട്ടത് തന്നെ. അവസാനമായി, ടെസ്ലയുടെ ചില രസകരമായ നിർബന്ധബുദ്ധികളെക്കുറിച്ച് പറയാം. ആഭരണങ്ങളിലെ മുത്തുകളോട് കടുത്ത വെറുപ്പായിരുന്ന അദ്ദേഹം ഒരിക്കൽ മുത്തുമാല ധരിച്ചെത്തിയ സ്വന്തം സെക്രട്ടറിയെ ജോലിയിൽ നിന്ന് വീട്ടിലേക്ക് മടക്കിയയക്കുക പോലുമുണ്ടായി. എപ്പോഴും വെള്ള ഗ്ലൗസുകൾ ധരിക്കാനും ഫോട്ടോ എടുക്കുമ്പോൾ മുഖത്തിന്റെ നല്ല വശം മാത്രം ക്യാമറയിൽ പതിയുന്നുണ്ടെന്നും അദ്ദേഹം കർശനമായി ഉറപ്പുവരുത്തിയിരുന്നു. താനുണ്ടാക്കിയ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലെ കൃത്യത പോലെ സ്വന്തം ചുറ്റുപാടുകളിലും ഒരു പൂർണ്ണമായ നിയന്ത്രണം അദ്ദേഹത്തിന് അനിവാര്യമായിരുന്നു. ചുരുക്കത്തിൽ, ലോകത്തെ മാറ്റിമറിച്ച ഈ പ്രതിഭകൾക്കും നമ്മളെപ്പോലെ തന്നെ അവരുടേതായ വലിയ മാനസിക ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം.